നമസ്കാരം. ഉപ്പനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടതായ കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഉപ്പൻ നിങ്ങളുടെ വീടുകളിൽ വരുന്നത് പോലും വളരെ ശുഭമാണ്. എന്നാൽ ഉപ്പനെ എപ്പോഴും വീടുകളിൽ കാണണം എന്നില്ല. വളരെ അപൂർവമായി മാത്രമേ വീടുകളിൽ വരാറുള്ളൂ എന്നതാണ് വാസ്തവം. ഇത്തരത്തിൽ ഉപ്പനുമായി ബന്ധപ്പെട്ട് അഥവാ ഉപ്പൻ വീടുകളിലേക്ക് വരികയോ ഉപ്പന്റെ ശബ്ദവുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും. എന്നാൽ ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത് ഉപ്പൻ നൽകുന്നതായ ദോഷകരമായ സൂചനകളെ കുറിച്ചാണ്. ഈ സൂചനകൾ നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നു എങ്കിൽ അഥവാ ഈ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു എങ്കിൽ തീർച്ചയായും ചില അപകടകരമായ കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കാവുന്നതാണ്. ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ നാരായണനെ വന്ദിക്കുക. ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഉപ്പൻ വീട്ടിലേക്ക് പ്രവേശിക്കാത്തതായ സാഹചര്യം, അതിർത്തി വിട്ട് കാണുന്നതായ സാഹചര്യം, വീട്ടിൽ അല്ലെങ്കിൽ വസ്തുവിൽ കയറാതെ നിൽക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. പലപ്പോഴും ഉപ്പൻ നിങ്ങൾ വീടിന്റെ പുറത്ത് കാണുന്നു എങ്കിൽ പോലും വീട്ടിലേക്ക് പ്രവേശിക്കാത്ത അഥവാ തൊടിയിലേക്ക് പ്രവേശിക്കാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ അത് ശുഭകരമല്ല എന്ന് തന്നെ പരാമർശിക്കാം. ചില ദോഷകരമായ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ശത്രുദോഷ പരിഹാരം ചെയ്യണം എന്നുള്ളതാണ്. ശത്രുവുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ ശത്രുദോഷ പരിഹാരം കുടുംബക്ഷേത്രത്തിൽ നടത്തുക, ശത്രു സംഹാര പുഷ്പാഞ്ജലി തന്നെ നടത്തുക. മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുന്നത് ഉപ്പനെ പരിക്ക് പറ്റി കാണുക എന്നതാണ്. ഇപ്രകാരം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിച്ച അത്തരത്തിലുള്ള ഉപ്പനെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ അത് ശുഭകരമല്ല എന്ന് തന്നെ പരാമർശിക്കാം. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ചില ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നതാണ് അർത്ഥമാക്കുവാൻ സാധിക്കുക. നിങ്ങൾ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക. യാത്രകൾ ചെയ്യുന്നവരാണ് എങ്കിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾ ചെയ്യുന്നതായ ഏതൊരു പ്രവൃത്തിയിലും ശ്രദ്ധ അനിവാര്യമാണ്. അല്ലെങ്കിൽ രണ്ടാമത് ആലോചിക്കേണ്ടതായ ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടതായ ആ ദോഷകരമായ കാര്യങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കും. ലക്ഷ്മി നാരായണ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ടതായ ഇത്തരം ദോഷങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ ഒരു കാര്യം നിങ്ങൾ നടത്തണം. അതായത് അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതോടൊപ്പം ഭഗവാന് പാൽപായസം കൂടി നടത്തുവാൻ സാധിക്കുകയാണ് എങ്കിൽ ശുഭകരമാണ്. സാധിക്കുന്നവർ ഭാഗ്യസൂക്തം കൂടി നടത്തി പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. മറ്റൊന്ന് മരിച്ചു കിടക്കുന്നതായ സാഹചര്യമാണ്. ഇപ്രകാരം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അഥവാ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ദോഷകരമായ ഒരു സൂചനയാണ്. നിങ്ങളുടെ പറമ്പിലാണ് എങ്കിൽ ഇരട്ടി ദോഷകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ അപമൃത്യു, രോഗം, സാമ്പത്തിക നഷ്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അത്തരത്തിൽ നിങ്ങൾക്ക് വളരെ വിഷമം ജനിപ്പിക്കുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം എന്ന സൂചനയാണ് അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. തീർച്ചയായും അതിനാൽ ഇത് ദോഷകരമായ സൂചനയാകുന്നു. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമാണ് ഈ സൂചന പ്രകടമാകൂ എന്നതാണ് വാസ്തവം. അതിനാൽ ഈ കാര്യങ്ങൾ കാണുകയാണ് എങ്കിൽ ഭഗവാനെ ഭജിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. സാധിക്കുന്ന ഏവരും ബുധനാഴ്ച ദിവസങ്ങളിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് പ്രത്യേകിച്ചും ഭാഗ്യസൂക്തം നടത്തി പ്രാർത്ഥിക്കുന്നതും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ജീവിതത്തിലെ ആ ദുരിതപൂർണമായ അവസ്ഥകൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും. കൂടാതെ വിഷ്ണു ഭഗവാന്റെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും
ഇത്തരത്തിൽ വന്നു ചേരേണ്ടതായ ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രധാനമായും വീട്ടിൽ ഇവ സാധാരണ വരികയും പിന്നീട് വരാതെയാകുന്നു എങ്കിൽ അത് ദോഷകരമാണ്. പലപ്പോഴും നിങ്ങൾ ഇത്തരത്തിൽ ഉപ്പൻ വീടുകളിൽ വരുന്നത് വളരെയധികം സന്തോഷത്തോടെ ഓർക്കുന്നതായ കാര്യമാകുന്നു. എന്നാൽ പിന്നീട് ഉപ്പൻ വരാതെയാകുന്നു. വളരെ കാലങ്ങൾക്ക് ശേഷം പോലും ഉപ്പൻ വരാത്തതായ സാഹചര്യമുണ്ട്. ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ ഗൃഹനാഥ അല്ലെങ്കിൽ ഗൃഹനാഥന് ആ വീടുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ചില കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. പല വിധത്തിലും തിരിച്ചടികൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നതായ ആ ഭാഗ്യത്തിന്റെ അനുകൂലമായ സാഹചര്യങ്ങൾ കുറഞ്ഞു വരുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. പല വിധത്തിലും നിർഭാഗ്യം അല്ലെങ്കിൽ ചില തിരിച്ചടികൾ, അത് ധനപരമായ നഷ്ടങ്ങൾക്കോ മാനസികപരമായ വിഷമതകൾക്കോ കാരണമാകാവുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്ന സൂചനയാണ്. പലവിധ വിഷമങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ചില കാര്യങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കും തോറും അത് വലുതാകുന്നതായ സാഹചര്യം വന്നു ചേരാം. പണം കൈകളിലേക്ക് വന്നു ചേരാത്തതായ അവസ്ഥയോ വന്നു ചേർന്നിരിക്കുന്നതായ ധനം പലവിധ ചെലവുകളാൽ നഷ്ടപ്പെട്ടു പോകുന്നതായ സാഹചര്യമോ നിങ്ങൾക്ക് വന്നു ചേരാം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടതായ സാഹചര്യം, അല്ലെങ്കിൽ വളരെയധികം മാനഹാനി നേരിടേണ്ടതായ സാഹചര്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ തീർച്ചയായും ഭഗവാനെ നിങ്ങൾ ആരാധിച്ച് വിഷ്ണു മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുകയും ഭാഗ്യസൂക്തവും പാൽപായസവും നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ്. നെയ്വിളക്ക് കൂടി നടത്തുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി തന്നെ അനുകൂലമായ ഫലങ്ങൾ തന്നെ നൽകും. എന്തെങ്കിലും ചത്ത ജീവിയുമായി പോകുന്നത് കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ദോഷകരമാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ചില ദോഷകരമായ കാര്യങ്ങൾ ബാധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ്. ആ ദോഷകരമായ കാര്യങ്ങൾ കൈവിഷവുമായി ബന്ധപ്പെട്ടാകാം, കൂടോത്ര ബാധയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. അതിനാൽ തന്നെ നിങ്ങൾക്ക് പല വിധത്തിലായിരിക്കും തിരിച്ചടികൾ വന്നു ചേരുക. ഉയർച്ചയിൽ പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് താഴ്ചകൾ വന്നു ചേരാം. ലഭിക്കേണ്ടതായ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതായ സാഹചര്യം, വീട്ടിൽ സമാധാനം നഷ്ടപ്പെടുന്നതായ സാഹചര്യം, കലഹങ്ങൾ, മാനസിക ദുഃഖങ്ങൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പണം ഒന്നിനും തികയാത്തതായ സാഹചര്യം, കടം വാങ്ങേണ്ടതായ അവസ്ഥയോ കടം വർദ്ധിക്കുന്നതായ അവസ്ഥയോ വന്നു ചേരാം. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും അവതാളത്തിലാകുന്നതായ സാഹചര്യം, തിരിച്ചടികളാൽ മനസ്സിന് വളരെയധികം വിഷമങ്ങൾ വന്നു ചേരുന്നതായ സാഹചര്യം പോലും കടന്നു വരാം. എന്ത് ചെയ്താലും വിജയത്തിലേക്ക് എത്തുവാൻ സാധിക്കാത്തതായ അവസ്ഥയോ അല്ലെങ്കിൽ പൂർണ്ണതയിൽ നിങ്ങൾ വിചാരിക്കുന്നതായ തലത്തിലേക്ക് ഉയരുവാൻ സാധിക്കാത്തതായ അവസ്ഥയോ വന്നു ചേരാം. അത് കുടുംബത്തിലെ ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമായി തന്നെ ഭവിക്കും. തല്ലു പിടിക്കുന്നതായി കാണുകയാണ് എങ്കിൽ അതും ദോഷകരമായ ഫലമാണ് എന്ന് മനസ്സിലാക്കുക. അപൂർവമായി മാത്രമാണ് ഈ ലക്ഷണം പ്രകടമാകൂ എന്നതാണ് വാസ്തവം. എന്നാൽ ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ ഗൃഹനാഥൻ ഗൃഹനാഥയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള തർക്കം, അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരാം. നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതായ പല ബന്ധങ്ങളും വഷളാകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യം, ജീവിതത്തിൽ അനുഭവിച്ചു പോന്നിരുന്നതായ മനസൗഖ്യം പല കാരണങ്ങളാൽ നഷ്ടപ്പെടുന്നതായ സാഹചര്യം, സന്താനങ്ങളുമായി ബന്ധപ്പെട്ടാകാം, ജോലിയുമായി ബന്ധപ്പെട്ടോ ബിസിനസ് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാം. ഇത്തരത്തിൽ മനസമാധാനം നഷ്ടപ്പെടുന്നതായ സാഹചര്യം. തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് ഭഗവാനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോവുക എന്നതാണ്.
അതോടൊപ്പം കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തന്നാൽ കഴിയുന്ന വഴിപാടുകൾ കുടുംബക്ഷേത്രത്തിൽ നടത്തണം. കൂടാതെ കുടുംബക്ഷേത്രത്തിൽ എണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. എല്ലാ ബുധനാഴ്ചയും സാധിക്കുമെങ്കിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. സാധിക്കാത്തവരാണ് എങ്കിൽ ജന്മനക്ഷത്ര ദിവസമോ മാസത്തിൽ ഒരു ദിവസമെങ്കിലും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭാഗ്യസൂക്തവും പാൽപായസവും അതോടൊപ്പം തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുക. കാര്യങ്ങൾ ക്രമേണ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും.